കാർത്തിക ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ തിരുവനന്തപുരത്തെ ആഘോഷം എന്ന് പറയുമ്പോൾ പൊങ്കാല ആഘോഷത്തിന് ഈ വീടുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു അമ്പലത്തിനടുത്തുനിന്ന് ഒരു 200 മീറ്റർ മാത്രം ദൂരമാണ് ഇവിടേക്കുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1-2 അടുപ്പുകളല്ല, ഒരു 300-400 അടുപ്പാണ് ഒരു പ്രദേശത്തുള്ളത്. എനിക്കാണെങ്കിൽ പുകയടിച്ചിട്ട് നിൽക്കാൻ കൂടെ വയ്യ. പക്ഷെ എന്നാലും ഈ പറയുന്ന പുകയും ചൂടിനെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിൽ പൊങ്കാല നിവേദ്യം സമർപ്പിച്ചുകൊണ്ട് അവർ പോകുന്നത്. അത് മാത്രമല്ല ഗോകുല, ഈ കുംഭച്ചൂട് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വർഷക്കാലത്ത് ഏറ്റവും അധികം സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഈ കുംഭം. അപ്പോൾ ഈ കുംഭമാസത്തിൽ ഈ സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവർ ഈ അനന്തപുരിയെ യഥാർത്ഥത്തിൽ ഒരു യാഗശാലയാക്കി മാറ്റുന്നത്. ഇപ്പം ഗോകുല് പറഞ്ഞു പുക അടിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയധികം അടുപ്പുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അത്രയധികം അടുപ്പുകൾ ഇവിടെ നിരന്നിരിക്കുകയാണ്. ഞാൻ പൊങ്കാല ദേവിക്ക് സമർപ്പിച്ചതും ഇവിടെ നിന്നാണ്. ഇപ്പോൾ ഗോകുല് നേരത്തെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ് ഇതെന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യാൻ ഇതേപോലെ നമ്മുടെ മാതൃഭൂമി ടീമിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം പൊങ്കാല സമർപ്പിക്കുന്നത് ശരിക്കും ഒരു അനുഭവമാണ്. ഗോകുലിന് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നിപ്പോൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആളുകളെ കണ്ടു. അവരുടെ ആ ഒരു എന്താ പറയുക, ഇത്രയധികം പ്രയാസങ്ങൾ അതിജീവിച്ച് അവര് ദേവി ആദിപരാശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ ഞാനിപ്പോൾ ശരി, കാർത്തികയും ഗോകുലുമാണ് നമ്മുടെ പൊങ്കാല വിശേഷങ്ങൾ കൂടി പങ്കുവച്ചത്.